മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനും പ്രിയങ്കരിയുമായ രണ്ടുപേരാണ് ബിന്ദു പണിക്കരും സായ്കുമാറും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത വളരെയധികം കൃത്യമായി എല്ലാവരും തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വളരെയധികം വിശ്വാസത്തിൽ മുഴുകി നിൽക്കുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. ഭൂരിഭാഗം സമയങ്ങളിലും ക്ഷേത്ര ദർശനങ്ങളിലിടയിൽ ഇവരെ കാണാൻ സാധിക്കാറുണ്ട്. ഇപ്പോഴിതാ ഇരുവരും മറ്റൊരു അമ്പലത്തിലെത്തി അവിടുത്തെ പൂജകൾ കൃത്യമായി ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആരൊക്കെ ക്യൂ നിന്നാണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതി നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഭക്തജനങ്ങളെപ്പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത്. യാതൊരു താരജാടയുമില്ല. അതുപോലെ തന്നെ യാതൊന്നും വേണമെന്നവർ ആവശ്യപ്പെടുന്നുമില്ല. കല്ലേലി അപ്പുപ്പൻ കാവിൽ ബിന്ദു പണിക്കരും സായ്കുമാറും എത്തി ഓലക്കൊട്ടയിൽ പൂജയും പൂജാദ്രവ്യങ്ങളുമായി നിൽക്കുന്ന അവർ രണ്ടുപേരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. മനമുരുകി പ്രാർത്ഥിച്ചു തന്നെയാണ് ദമ്പതികൾ എത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് വളരെയധികം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ദമ്പതികളാണ് ഇരുവരും. എന്ത് വിശേഷമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സന്തോഷമോ സങ്കടമോ ഉണ്ടെങ്കിലും ക്ഷേത്രങ്ങളിലെത്തി അത് പൂജയിലൂടെ അറിയിക്കാറാണ് പതിവ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹം നൽകുന്നു എന്നുകൂടി പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്ത എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാനും സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെയുള്ളൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം കല്ലേലിയിൽ അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതനമായ ക്ഷേത്രം തന്നെയാണ് ഊരാളി അപ്പൂപ്പൻ കാവ് എന്ന് പറയാം. കല്ലേലി അച്ചൻകോവിൽ വനപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഒരു 20 കിലോമീറ്ററും അടുത്ത പട്ടണമായ കോന്നിയിൽ നിന്നും 9 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലദേവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ശരിക്കും ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അവിടെ 10ാമതേ മഹോത്സവമാണ് ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവം. 10 ദിവസം നീളുന്ന ഉത്സവം വിഷുദിനത്തിൽ ആരംഭിച്ച് 10ാമതേ നാളിൽ വിവിധ പൂജകളോടെ ആദിത്യ പൊങ്കാല തുടങ്ങിയ ചടങ്ങുകളോടുകൂടി സമാപിക്കും. വൃശ്ചികം മുതൽ മകരം വരെ ചടങ്ങുകളോടുകൂടി സമാപിക്കുകയാണ്. വൃശ്ചികം മുതൽ മകരം വരെ, അതായത് നവംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ നടക്കുന്ന മണ്ഡല മകരവിളക്ക് ഉത്സവം ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷ ഉത്സവമാണ്. ഉത്സവ ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം പൂജകളൊന്നും തന്നെ കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഭൂരിഭാഗം സമയവും ഇത്തരത്തിൽ മാർച്ച് മാസങ്ങളിൽ തന്നെയാണ് പോകാറുള്ളത്. അടുത്ത മാസം മുതൽ ഇവിടുത്തെ ഉത്സവം തുടങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ നേർച്ചകളും പൂജകളും ഒക്കെ വലിയ തിരക്കിലേക്ക് പോകും. അതുകൊണ്ട് ഭൂരിഭാഗം ഭക്തജനങ്ങളും, തിരക്കില്ലാത്ത ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഈ മാസമായിരിക്കും കൂടുതലും ഇവിടെ എത്തുക. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയുള്ള ദൈവങ്ങളെയെല്ലാം വന്ന് കണ്ട അനുഗ്രഹം വാങ്ങി പോകലാണ് എല്ലാവരുടെയും പതിവ്. ആ പതിവ് തെറ്റിക്കാതെ തന്നെയാണ് ഇപ്പോൾ സായ്കുമാറും ബിന്ദു പണിക്കരും കൂടി എത്തിയിരിക്കുന്നത്. അതും സന്തോഷം തന്നെയാണ് എന്ന് കൃത്യമായി പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.